ജലം, ജീവന്റെ ആധാരം. ഈ ഭൂമിയാവട്ടെ പ്രപഞ്ചത്തിലെ ഏക ജലഗോളവും. മൂന്നിൽ 2 ഭാഗവും വെള്ളമായതിനാൽ ഭൂമിക്ക് നീലഗോളം എന്നൊരു പേരു തന്നെ ഉണ്ടായി. കടലിലെ മോഹിപ്പിക്കുന്ന ജലപ്പരപ്പായും പർവ്വതങ്ങളിലെ ഉറഞ്ഞ മഞ്ഞായും എവിടെയും ജലം നിറഞ്ഞു നിൽക്കുന്നു. ജലസാന്നിധ്യം കൊണ്ട് സമ്പന്നയാണ് നമ്മുടെ കേരളം. ആർത്തലച്ചു പെയ്യുന്ന കാലവർഷം, ചിണുങ്ങി ചിണുങ്ങി പെയ്യുന്ന ചിങ്ങമഴ, അമൃതവർഷം പോലെ പെയ്തിറങ്ങുന്ന വേനൽമഴ. മഴയാണ് ഈ നാടിനെ സുന്ദരിയും സൗഭാഗ്യവതിയുമാക്കുന്നത്. ശരാശരി 3000 മില്ലിമീറ്ററിലധികം പെയ്യുന്ന മഴയിലെ വെള്ളം മുഴുവൻ കെട്ടിനിർത്തിയാൽ ഈ നാടിൻ്റെ മുകളിൽ 3 മീറ്ററിലധികം വെള്ളമുണ്ടാകും എന്നാണ് കണക്ക്. നദികൾ, 30 ലക്ഷത്തിലധികം കിണറുകൾ, എണ്ണമറ്റ കുളങ്ങൾ, തടാകങ്ങൾ, കായലുകൾ, എത്രയെത്ര തരം ജലസ്രോതസ്സുകൾ, ജലസംഭരണികൾ. ഇടവം പാതി മുതൽ കന്നിപ്പാതി വരെ പെയ്യുന്ന കാലവർഷത്തിന് മൺസൂൺ എന്നാണ് പറയുക. മോസം എന്ന അറബ് വാക്കിൽ നിന്നാണത്രേ മൺസൂൺ എന്ന പദമുണ്ടായത്. ചെങ്കൽപ്പാറകളിലെ സ്വാഭാവിക ജലാശയങ്ങളാണ് പള്ളങ്ങൾ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ചെങ്കൽ പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. കൊടും വേനലിലും വറ്റാത്ത ഈ പള്ളങ്ങൾ മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും കുടിനീരും നൽകുന്നു. പള്ളങ്ങൾ ഇന്നു നാശത്തിൻ്റെ വക്കിലാണ്. ചെങ്കൽ ഖനനവും അനധികൃത കയ്യേറ്റവും അവയെ ഇല്ലാതാക്കുന്നു. നവീകരണത്തിൻ്റെ പേരിൽ JCB ഉപയോഗിച്ച് ആഴവും വീതിയും കൂട്ടാൻ ശ്രമിക്കുന്നതും അവയുടെ നാശത്തിനിടയാക്കുന്നു. കാസർഗോഡ് ജില്ലയിലും കർണാടകത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലും മലമ്പ്രദേശങ്ങളിൽ ഭൂഗർഭജലം ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് സുരംഗ
അഥവാ തുരങ്കം. മലയടിവാരത്തു നിന്നും ജലസ്രോതസ്സു തേടി തിരശ്ചീനമായി നിർമ്മിക്കുന്ന ഗുഹകളാണിവ. കിണറുകൾ എളുപ്പമല്ലാത്ത മലമ്പ്രദേശങ്ങളിലാണ് സുരംഗങ്ങൾ നിർമ്മിക്കുക. 30-40 മീറ്റർ നീളത്തിലുള്ള തുരങ്കങ്ങൾ ഈ പ്രദേശങ്ങളിൽ സാധാരണമാണ്. ഇവയ്ക്ക് 2 മീറ്റർ ഉയരവും 1/2 മീറ്റർ വീതിയും ഉണ്ടാവും. വെള്ളം വന്നിട്ട് ഈ മടക്കത്തിൽ സ്റ്റോക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ പിന്നെ ഈ കവുങ്ങനെല്ലാം നനക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ മടക്കം. മണ്ണ് കുഴച്ച് വെച്ചിട്ടാണ് ഈ മടക്കം ഉണ്ടാക്കിയത്. തുരങ്കം ഒരു 40 വർഷം മുമ്പ് നമ്മൾ കുടിവെള്ളത്തിനായിട്ട് എടുത്തതാണ്. പിന്നെ കുടിവെള്ളം കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ പിന്നെ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നല്ല വെള്ളം വേനൽക്കാലത്ത് കിട്ടുന്നുണ്ട്. $10 കോടി മുതൽ 300 കോടി വരെ ഉള്ള തുരങ്കങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഞാനെടുത്തത് തന്നെ. പിന്നെ ഇരുന്നിട്ടും ഞാൻ തുരങ്കം എടുക്കാറുണ്ട്. അത് 100 കോടി വരെയെല്ലാം ഇരുന്നിട്ട് തുരന്ന തുരങ്കങ്ങളും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ഏകദേശം 1000 ചില്ലാനം തുരങ്കം ഞാൻ സ്വന്തം കൈകൊണ്ട് കുത്തി വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കുടിവെള്ളത്തിനാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കിണറിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ കിണറിൻ്റെ അകത്തുനിന്നും തുരങ്കം എടുക്കുന്നുണ്ട്. എത്രയോ കിണറിൻ്റെ അകത്ത് വെള്ളമില്ലാതിരിക്കുമ്പോൾ നമ്മളെ വിളിച്ച് നമ്മൾ തുരന്ന് ആ വെള്ളത്തിൻ്റെ സ്ഥാനം കണ്ടുപിടിച്ച് വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ജൈവകുലം പടർന്നു പന്തലിച്ചിരിക്കുന്നത് മണ്ണിൻ്റെ ജലവാഹക ശേഷിയിലാണ്. നമ്മെ നിലനിർത്തുന്ന കൃഷി ജലത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചാണ് നിലനിൽക്കുന്നത്. പ്രാചീനകാലം മുതലേ കൃഷിയും മഴയും തമ്മിലുള്ള ബന്ധം തിരിച്ചറിഞ്ഞാണ് മനുഷ്യർ പ്രകൃതിയിൽ ഇടപെട്ടു വന്നത്. പതിനെട്ടാം നൂറ്റാണ്ടിലെ കൃഷിഗീത വെള്ളത്തിൻ്റെയും മഴയുടെയും നാട്ടറിവുകളാണ്. ധാരാളം ജലം കിട്ടുമായിരുന്ന പഴയ കാലത്തും മഴവെള്ള സംഭരണത്തെക്കുറിച്ചും അവ ഉപയോഗിച്ചുള്ള കൃഷിയെക്കുറിച്ചും മനുഷ്യർ ചിന്തിച്ചിരുന്നു എന്നതിന് സിന്ധു നദീതട സംസ്കൃതിയുടെ ജലസംഭരണികളും കനാലുകളും തെളിവാണ്. BC 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ജലക്കൊയ്ത്തിലൂടെ ജലസേചനം എന്ന ആശയത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി എന്നിങ്ങനെയുള്ള നദികളിലെ ജലസാന്നിധ്യം ഇവിടെ ഉണ്ടാവട്ടെ എന്നായിരുന്നു ഈ മണ്ണിൽ മുഴങ്ങിക്കേട്ട പ്രാർത്ഥന. എല്ലാ ജലവും ഗംഗയാണ് എന്ന ചൊല്ല് ഗംഗയെന്ന മഹാനദിയുടെ വലുപ്പമല്ല, ജലത്തിൻ്റെ സർവാതിശായിയായ മഹത്വത്തെയാണ് വാഴ്ത്തുന്നത്. ചെങ്കൽപ്പാറകളിലെ ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ണുള്ളവരെ ആനന്ദിപ്പിക്കുക തന്നെ ചെയ്യും. നദീതീരങ്ങളിലാണ് സംസ്കാരത്തിൻ്റെ ആദ്യ വെളിച്ചങ്ങൾ ഉയർന്നുവന്നത്. മഹാനഗരങ്ങളും ആരാധനാലയങ്ങളും നദീതീരങ്ങളിലാണ് ഏറെയും കാണപ്പെടുന്നത്. വളപട്ടണം പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഒരു വാസ്തുശില്പ സൗന്ദര്യം കൂടിയാണ്. ഒട്ടേറെ പള്ളികളും മസ്ജിദുകളും നദീതീരങ്ങളിലുണ്ട്. പഞ്ഞമാസം എന്നറിയപ്പെട്ട കർക്കിടക മാസത്തിൽ ആദികളും വ്യാധികളും അകറ്റാൻ വീടുകൾ തോറും എത്തുന്ന തെയ്യക്കോലങ്ങളാണ് ആടിവേടൻ എന്നറിയപ്പെടുന്ന കുഞ്ഞു തെയ്യങ്ങൾ. കുട്ടികളാണ് സാധാരണയായി ആടിവേടൻ കെട്ടുക. കാസർഗോഡിൻ്റെ ഗ്രാമങ്ങളിൽ ഗളിഞ്ചൻ എന്ന കുട്ടിത്തെയ്യങ്ങളുമുണ്ട്. മഴയിൽ കുതിർന്ന നാട്ടിട വഴികളിലൂടെ ചിലങ്കയിങ്കിലേക്ക് കടന്നുവരുന്ന കുട്ടിത്തെയ്യങ്ങൾ കള്ളക്കർക്കിടകത്തിന് ഒരഭൗമ സൗന്ദര്യം നൽകുന്നു. മഴയുടെ സ്വന്തം തെയ്യങ്ങളാണ് ആടിവേടനും ഗളിഞ്ചനും. അനന്തതയിലേക്കെന്നോണം പരന്നു കിടക്കുന്ന ഒരു പാറപ്രദേശത്തിൻ്റെ നടുവിലാണ് ഈ കുളം. ചുറ്റും വള്ളിപ്പടർപ്പുകളും മരങ്ങളും തിങ്ങി വളരുന്ന കാവ്. കാസർഗോഡ് ജില്ലയിലെ ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ തോരോത്ത് മോലോത്തുംകാവിലെ ആമക്കുളമാണിത്. സ്വാഭാവിക ജലാശയമായ ഒരു പള്ളമാണിത്. നൂറുകണക്കിന് ആമകൾ ഇവിടെ നിർഭയം ജീവിക്കുന്നു. സന്ദർശകർക്ക് ആമകളെ കാണുന്നതിനായി മേൽക്കൂരയോടുകൂടിയ ഒരു മണ്ഡപവും പണിതിട്ടുണ്ട്. മറ്റു തെയ്യാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മഴയിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളാണ് മാരിത്തെയ്യങ്ങൾ. കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിനടുത്താണ് ഇവരെ കെട്ടിയാടിക്കുന്നത്. മാരിത്തെയ്യത്തെ മാരിയാട്ടം എന്നും വിളിക്കുന്നു. മാരിയാട്ടത്തിനു പിന്നിലെ ഐതിഹ്യം ഇങ്ങനെ. പണ്ടൊരിക്കൽ മാടായി പ്രദേശത്ത് ദുർദേവതകളുടെ ഉപദ്രവമുണ്ടായി. ജനങ്ങൾ വലഞ്ഞു. ആര്യനാട്ടിലുണ്ടായ 6 ദുർദേവതകൾ മലനാട്ടിൽ എത്തിയതാണെന്നും അവരാണീ ദുരിതങ്ങൾ വരുത്തുന്നതെന്നും മാരിയാട്ടമാണ് അതിനു പരിഹാരമെന്നും രാജാവിന് ഉപദേശം കിട്ടി. കർക്കിടകം
16 നാൾ പൊള്ള എന്ന പോരാളിയും കൂട്ടരും മാടായിക്കാവിലെത്തി മാരിയാട്ടം നടത്തിയെന്നും മാരിയും മാമായവും കൂട്ടരോടൊപ്പം കടലിലേക്ക് ഓടിയൊളിച്ചുവെന്നും ഐതിഹ്യം.